ഈ ഒരു വിഷയത്തിന്മേലുള്ള സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാജിക് മഷ്റൂംസ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കും നമ്മൾ ഈ പറഞ്ഞ കണക്ക് സമൂഹ മാധ്യമങ്ങളിലെ ജനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരുടെ കമൻസ്, അവരുടെ റീല്, ഷോർട്ടുകൾ ഇതൊക്കെ നോക്കി നമ്മൾ മനസ്സിലാകുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്കുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാമല്ലോ, 2017 കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് WCC മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് സിനിമാ മേഖലയിലെ, മലയാള ചലച്ചിത്ര മേഖലയിലെ ഈ തരം പ്രശ്നങ്ങളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും പഠിക്കുവാൻ വേണ്ടി മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മിറ്റി 2017 ജൂലൈയിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ 3 പേരായിരുന്നു കമ്മിറ്റിയിലുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ജസ്റ്റിസ് ഹേമയും മുൻ ചലച്ചിത്ര നടി നമ്മുടെ മുൻ ചലച്ചിത്ര നടി ശാരദ, അതുപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥ ഒരു വത്സലകുമാരി, ഇവർ 3 പേരുമായിരുന്നു കമ്മിറ്റിയിലുണ്ടായിരുന്നത്. 2017 രൂപീകൃതമായ ഈ കമ്മിറ്റി ധാരാളം തെളിവുകളും രേഖകളും വീഡിയോകള്, ഓഡിയോകള് ഇതെല്ലാം ശേഖരിച്ചു. 2019 ഡിസംബറോടുകൂടി 300 പേജുള്ള കമ്മീഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. പിന്നീട് ഇപ്പോ ഇന്നലെ, അതായത് 2024 ഓഗസ്റ്റ് 19 സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അപ്പൊ അതിൽ ഒന്നാമത്തെ സംശയം അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ബഹുഭൂരിപക്ഷം പേരും ചോദിക്കുന്നത്. 300 പേജുള്ള ഈ റിപ്പോർട്ട് പുറത്തു വന്നത് 233 പേജേ ഉള്ളൂ. അത് മാത്രവുമല്ല, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ വൈകി? 2017 രൂപീകൃതമായ കമ്മിറ്റിയാണ്, 2019 സമർപ്പിച്ച രേഖകളാണ്. ആ രേഖകൾ പുറത്തു വരാൻ 2024 വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും നീണ്ട വർഷങ്ങൾ ഈ രേഖകൾ താഴ്ത്തി വെച്ചു, പൂഴ്ത്തി വെച്ചു എന്ന് പറയാകത്തില്ല. രേഖകൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു ജനങ്ങളിൽ നിന്ന്, സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാനുള്ള കാരണം എന്താണ്? അത് ഏതെങ്കിലും വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെയോ സഹായിക്കാനോ അവരുടെ സ്വാധീനത്തിന് വഴങ്ങിയോ ആണോ എന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കാരണം ഇത്രത്തോളം കാശ് ചെലവാക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2017 രൂപീകൃതമായ ഹേമ കമ്മീഷൻ 2019 ഡിസംബറിൽ ഇത് സമർപ്പിക്കുമ്പോഴത്തേക്ക് മൊത്തം ചെലവായ തുക അതിന് 1,06,50,50,000 രൂപയാണ്. 1,06,50,000 രൂപ ചിലവാക്കി ഒരു സർക്കാർ, അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ ചിലവാക്കി പുറത്തു വന്ന കമ്മീഷൻ റിപ്പോർട്ട് 5 വർഷത്തോളം താഴ്ത്തി വെച്ച് പുറത്തു വരുന്നു. അതിൽ തന്നെ 300 പേജുള്ള റിപ്പോർട്ടിൽ 233 പേജേ പുറത്തു വന്നുള്ളൂ. അതിനോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു, ഞാൻ ഒരു പേരുകളും അതിൽ കണ്ടിട്ടില്ല. ഓക്കെ, കോടതിയുടെ നിർദ്ദേശപ്രകാരം വ്യക്തിപരമായി, ഇപ്പൊ കോടതിയുടെ നിർദ്ദേശമായിരിക്കാം, വ്യക്തിപരമായ കാരണങ്ങളാൽ പേരുകൾ പുറത്തുവിടണ്ട, ഇരകളുടെ പേരുകൾ പുറത്തുവിടണ്ട. പക്ഷേ ഈ വേട്ടക്കാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് തന്നെ പറയണമെന്നില്ലല്ലോ. ഇപ്പൊ അതിന് പിന്നിൽ മാഫിയകളുണ്ടെന്നാണ് പറയുന്നത്, സംഘടനകളുണ്ട്, ക്രിമിനൽ ചിന്താഗതികളുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് വ്യക്തമായിട്ട് പറയണ്ടേ? അപ്പൊ അത് സർക്കാരോ പറയുന്നില്ല, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവര് പറയുന്നില്ല. ജനാധിപത്യത്തിലെ നെടുന്തൂണുകളിലൊന്നായ മാധ്യമങ്ങൾ ഘോരഘോരം ഇതിനെക്കുറിച്ച് ചർച്ചിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാധ്യമങ്ങളും പ്രമുഖരെന്നല്ലാതെ
പേര് പറയുന്നില്ല. ഇരകളുടെ പേര് സ്വാഭാവികമായിട്ടും മറച്ചു വയ്ക്കുന്നത് ജനങ്ങൾക്ക് ഒരു നീതി ലഭിക്കുവാൻ വേണ്ടിയാണ്. കാര്യം ഇരയായി പോയതാണ്. ബൈ ദി പ്രഷർ ഓഫ് സർക്കംസ്റ്റാൻസസ് അവരിരയായി പോകുന്നതാണ്. പക്ഷെ വേട്ടക്കാരൻ വേട്ടക്കാരനായി പോകുന്നതല്ല. അയാൾ അയാളുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ ഒരു സംഘടന, അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ, അവര് തെറ്റായ ഒരു കാര്യം, നിയമത്തിന്റെ മുൻപിൽ തെറ്റായ ഒരു കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടി ക്രിമിനൽ ചിന്താഗതിയോടുകൂടി ചെയ്യുന്നതാണ്. ഗൂഢാലോചന അടക്കം ചെയ്തുകൊണ്ടാണ് ഈ തരം കാര്യങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച എല്ലാ ഭാഗങ്ങളിലും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ സിനിമയിലെ അവസ്ഥ പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ടിത് ഇത്രയും കാലം മൂടി വയ്ക്കപ്പെട്ടു? അപ്പോൾ സ്വാധീനം ഉള്ള വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾ പോലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മൂടി വയ്ക്കപ്പെടുന്നു എന്ന് പറയുന്ന വളരെ വലിയ തെറ്റല്ലേ? മാധ്യമങ്ങൾ പോലും അവരുടെ പേര് പറയുന്നില്ല, സർക്കാർ പറയുന്നില്ല, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നില്ല, സിനിമാ മേഖലയില് തന്നെ ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്ന വ്യവസ്ഥ എന്ന കാര്യം എന്ന് പറയുന്നത്, ഇതുമായിട്ട് തങ്ങൾ ഇരകളായി എന്ന് പറയുന്നവർ പോലും വേട്ടക്കാരുടെ പേരുകൾ, അല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരാണ് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സൂചന പോലും കൊടുക്കുന്നില്ല. അത് ചില പ്രമുഖർ എന്നുള്ളത് മാത്രം. അപ്പോൾ യഥാർത്ഥത്തില് പിന്നെ ഇവിടെ വിഡ്ഢികളാകപ്പെടുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് അന്തം വിട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ തന്നെയല്ലേ? നമ്മളെയല്ലേ വിഡ്ഢികളാകുന്നത്? നമുക്കറിയാം, സിനിമയില് നടിമാര് ഈ തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി, നായികയാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഫെയിം ആകാൻ വേണ്ടി, ലൈം ലൈറ്റിന്റെ മുൻപിൽ ഇവിടെ ലോകം അറിയപ്പെടാൻ വേണ്ടി പലതരം വിട്ടുവീഴ്ചയ്ക്ക് നടിമാര് തന്നെ തയ്യാറാവുന്നവരുണ്ട്. കാര്യം അവർക്കറിയാം. അവരും അതും പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടവര്. ഞാൻ പറയുന്നതല്ല കേട്ടോ, സ്വയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. കാര്യം തങ്ങൾ എന്തെങ്കിലും എത്തിച്ചേരണമെന്നുള്ള പ്രഷർ മൂലം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ രീതിയിൽ എത്തിച്ചേരുന്നവരുണ്ട്. എന്തിന് കൂടെ നടക്കുന്ന, സെക്യൂരിറ്റി ആയിട്ട് നടക്കുന്ന സ്വന്തം വീട്ടുകാരിൽ നിന്ന് പോലും പ്രഷർ അനുഭവിച്ച് ഈ ഇതിൽ എത്തിച്ചേരുന്നവരുണ്ട്. സുഹൃത്തുക്കളെ ഇത്തരം സാഹചര്യത്തിലേക്ക് തള്ളി വിട്ടുകൊടുക്കുന്നവരുണ്ട്. പണ്ടില്ല രണ്ട് പറഞ്ഞ സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇതെല്ലാം തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇത് തന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിന്നൂടാ? എനിക്കത് വേണ്ട എന്ന് കരുതിയാൽ പോലും. അപ്പോൾ ആ ഒരു ജീവിത രീതി വേണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി സ്വയം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്തിട്ട് ഒന്നുകിൽ അതുകൊണ്ട് രക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ രക്ഷപ്പെടാതിരിക്കുകയോ ചെയ്ത് ഒരു പ്രത്യേക കാലാവധി കഴിയുമ്പോൾ, അത് പ്രായം കൊണ്ടാവാം, മറ്റെന്തെങ്കിലും കൊണ്ടാവാം, ഒരു കാലപരിധി കഴിയുമ്പോൾ അന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ചിന്താഗതിയിൽ നോക്കുമ്പം അതത്ര കൃത്യമായിട്ടുള്ള ഒരു മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് ഓരോ വ്യക്തികളുടെയും, നമ്മൾ ഇത് കേട്ട ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ മാജിക് മഷ്റൂംസിലൂടെ കമൻസിലൂടെ അറിയിക്കണം. കാരണം ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞില്ല, നമ്മൾ ഈ തരം ഒരു പ്രവണത കേരളത്തിലെന്നല്ല ലോകത്തിൽ തന്നെ എല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളിപ്പോ ഏത് മേഖല എടുത്താലും, തൊഴിൽ മേഖല എടുത്തു കഴിഞ്ഞാൽ ഈ തരം നീക്കങ്ങൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ചോദ്യം ചെയ്യണമെന്നുള്ളവർക്ക് ചോദ്യം ചെയ്യാം. പോടാ പുല്ലേ, നിന്റെ പണി എനിക്ക് വേണ്ടടാന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അതല്ല, ഇതിൽ നിന്ന് ഞാൻ എന്തിനും തയ്യാറാകാം, എന്തിനും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, തൽക്കാലം ഇങ്ങനെ നിന്നുകൊണ്ട് നാളെ എന്തെങ്കിലും ആയി തീർന്നാൽ രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്.
അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവരൊരു പരിധിക്ക് മുകളിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആരും യാതൊരു വിധ തെറ്റിനും നിർബന്ധിക്കത്തില്ല. കാര്യം പിന്നെ അവരെയാണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം. അപ്പം പിന്നെ ഒരു വിഭാഗത്തിനെ മാത്രം കുറ്റം പറയുന്നത് കൊണ്ട് അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ട് വിഭാഗം തെറ്റ് ചെയ്യുന്നുണ്ട്. വേട്ടക്കാരനും ഇരകളും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അതിനോടൊപ്പം സമൂഹം സ്വാധീനമുള്ളവരുടെ കൂടെ നിൽക്കുന്നു, പണമുള്ളവരുടെ കൂടെ നിൽക്കുന്നു, രാഷ്ട്രീയക്കാർ നിൽക്കുന്നു, മാധ്യമങ്ങൾ നിൽക്കുന്നു. എടുത്തു പറയാതിരിക്കാവത്തില്ല മാധ്യമങ്ങളുടെ കാര്യം. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. സ്വാധീനമുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ. അത് കേട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ സ്വാഭാവികമായിട്ട് ചിന്താശക്തി ഉള്ളവർക്ക് അറിയാമല്ലോ. ഇവര് പലതും മറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ധാർമ്മികതയുടെ അങ്ങേയറ്റം ആണ് എന്ന് എടുത്തു പറയുകയും ചെയ്യും, നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി. അത് കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത്. ഓക്കെ, എനിഹൗ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്നൊരു ലേശമൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സൈനിങ് ഓഫ്. വീണ്ടും കാണാം. ഓക്കെ.